എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനറൽ പി എസ് സിയുടെ ഫിസിക്സ് സിലബസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു പി എസ് സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് നമുക്കിതിനെ പറ്റിയുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് പി എസ് സി ചോദിച്ചൊരു മുൻവർഷ ചോദ്യമാണ് 160/2023 എന്ന് പറയുന്നത്. നിങ്ങളുടെ പി എസ് സി പരീക്ഷയിൽ പി എസ് സി ചോദിച്ചുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ് എന്നാണ് പി എസ് സി ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വെയ്റ്റ്, ടൈം, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഭാരം, സമയം, താപനില, പ്രകാശ തീവ്രത എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് പി എസ് സി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇതിനെങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലേ, അവിടെ ഒരു ടേമുണ്ട് ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി അഥവാ ഭൗതിക അളവ്. നമുക്ക് ഒരുപാട് ഭൗതിക അളവുകൾ അറിയാം. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ഭൗതിക അളവുകളെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന അളവുകൾ എന്തൊക്കെയായിരിക്കും? നീളം, ലെങ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ. അതുപോലെ ഭാരം, നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട്, ഭാരം നിങ്ങളുടെ മനസ്സിലേക്ക് വരും, അതൊരു ഭൗതിക അളവാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സമയം, പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി സമയമാണ്. ഇത് പോകുന്നില്ലല്ലോ എന്നതായിരിക്കും നിങ്ങളുടെ ഒരു ആകുലത അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഭൗതിക അളവുകളുണ്ട്. ഈ ഭൗതിക അളവുകളെ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, അളക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് നടത്തുന്നത്? ഒരു ഭൗതിക അളവിൻ്റെ മെഷർമെൻറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നൂലുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ കയ്യിലൊരു നൂലുണ്ട്. ഈ നൂല് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റെ കയ്യിൽ ഞാൻ ഈ നൂല് തന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നൂലിൻ്റെ നീളം എത്രയാണ്, വാട്ട് ഈസ് ദ ലെങ്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിലൊരു സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ ആ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ആ സ്കെയിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് പറയുകയാണ് 17 സെൻറ്റിമീറ്ററാണ് ഈ പറഞ്ഞ നൂലിൻ്റെ, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്ന നൂലിൻ്റെ നീളം 17 സെൻറ്റിമീറ്ററാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. 17 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ ഈ നൂല് തിരിച്ച് മേടിച്ചിട്ട് ഞാൻ ഈ നൂലും കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിൽ പോയിട്ട് അവിടെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് ഞാൻ അവിടെ ആദ്യം കണ്ട അമേരിക്കൻ സിറ്റിസൻ്റെ കയ്യിൽ ഇതേ നൂല് കൊടുക്കണം, സെയിം നൂല്, നിങ്ങളുടെ കയ്യിൽ തന്ന അതേ നൂല് കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് ചോദിക്കുകയാണ് ഈ നൂലിൻ്റെ നീളം എത്രയാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ അവിടുത്തെ ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ച ഒരു സ്കെയിൽ ഇരിപ്പുണ്ട്, ഒരു 20-30 സെൻറ്റിമീറ്റർ സ്കെയിലുണ്ട്. പുള്ളി അതിൽ വെച്ചിട്ട് ഈ നൂലിൻ്റെ നീളം അളക്കുകയാണ്. പുള്ളിക്ക് ഇതല്ലാത്ത മറ്റൊരു വാല്യൂ പറയാൻ പറ്റൂടെ? 17 സെൻറ്റിമീറ്റർ നിങ്ങൾ അളന്നപ്പോൾ കിട്ടിയ നൂലിൻ്റെ നീളം പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളിക്ക് 20 സെൻറ്റിമീറ്റർ എന്നൊരു മറുപടി പുള്ളി തിരിച്ച് പറയൂല. പുള്ളി അളന്നാലും ഇതിനെന്ത് തന്നെ കിട്ടണം, 17 സെൻറ്റിമീറ്റർ തന്നെ കിട്ടണ്ടേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ മെഷർമെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു മെഷർമെൻറ്റിന് പറയുന്ന അതേ വാല്യൂ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനോട് ചോദിച്ചാലും അയാൾ പറയണം. പറഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് തെറ്റാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ മെഷർമെൻറ്റ് തെറ്റാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ. അതുപോലെ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാരത്തിന് വ്യത്യാസം വരാം അല്ലേ. ഇപ്പോൾ 2-3 ദിവസത്തെ ആഹാരമൊക്കെ വ്യത്യാസം വരുമ്പോൾ മൈന്യൂട്ട് ഡിഫറൻസ് ഭാരത്തിന് വരാം. അപ്പോൾ അത് അത്ര ആപ്ലിക്കബിൾ അല്ല. എങ്കിൽ പോലും ഇപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു മനുഷ്യൻ്റെ ക്ലോക്കിൽ 2 മണി മുതൽ 3 മണി വരെ മൂവ് ചെയ്യാൻ ആ ക്ലോക്ക് എടുക്കുന്ന സമയവും ഇന്ത്യയിലുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലിരിക്കുന്ന ക്ലോക്ക് 2 മണി മുതൽ 3 മണി വരെ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണ്, സെയിമാണ്, 60 മിനിറ്റുകൾ അല്ലേ, 60 മിനിറ്റ്സ്. അല്ലാതെ പുള്ളിയുടെ അവിടെ എന്തില്ല, 65 മിനിറ്റ് ആകുമ്പോഴല്ല 1 മണിക്കൂർ ആവുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആയിരിക്കും. രണ്ടിടത്തും 1 മണിക്കൂറിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ ഓഫ് 1 അവർ എന്ന് പറയുന്ന സെയിമാണ് അല്ലേ. അങ്ങനെയാണ് നമ്മളെന്ത് സമയം എന്ന് പറയുന്ന ഫിസിക്കൽ. ഇപ്പോൾ എൻ്റെ വാച്ചിൽ സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ വാച്ചിൽ മൂവ് ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ എന്ത് ചെയ്യണം, മറ്റൊരാളുടെ വാച്ചിലും എന്ത് ചെയ്യണം, സമയം മൂവ് ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? പലരും പല അളവുകൾ ഒരു ക്വാണ്ടിറ്റിക്ക് പറയും. മറ്റേ ഹരിഹർ നഗർ സിനിമയിൽ കണ്ട വഴി ചോദിക്കുമ്പം 2 പേര് വലത്തോട്ടും ഇടത്തോട്ടും ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും പറയും പോലെ ഒരു നൂലിൻ്റെ നീളം എത്ര എന്നതിന് 4 പേർക്ക് 4 ആൻസർ പറയുക പോസിബിൾ അല്ല. അപ്പം 4 പേരും ഒരേ ഉത്തരം പറയുന്ന രീതിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചു,
അതായത് ഒരു നൂലിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ അതിന് ലോകത്തെവിടെയുള്ള മനുഷ്യനും ഒരേ ഉത്തരം തന്നെ തരുന്ന തരത്തിൽ നമ്മൾ എങ്ങനെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, ഒരു നൂലിൻ്റെ നീളം 17 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഒരു നൂലിൻ്റെ നീളം 17 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? അതായത് ലെങ്ത് എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. മെഷർ ചെയ്ത ശേഷം ലെങ്ത് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റായി നിങ്ങൾ എനിക്ക് തിരിച്ചു തന്ന ഉത്തരത്തിൽ 17 എന്ന് പറയുന്ന ഒരു നമ്പരും സെൻറ്റിമീറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റും ഉണ്ട്. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്ക്. ലെങ്ത് എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മെഷർ ചെയ്തിട്ട് നിങ്ങൾ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ആ മെഷർമെൻറ്റിൽ ഒരു നമ്പരുമുണ്ട്, ഒരു യൂണിറ്റുമുണ്ട്. 17 എന്നൊരു നമ്പരും സെൻറ്റിമീറ്റർ എന്നൊരു യൂണിറ്റുമുണ്ട്. സോ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് എ നമ്പർ അക്കമ്പനീഡ് ബൈ എ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ മെഷർമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു നമ്പരും ഒരു യൂണിറ്റും ഉണ്ടാവും. എന്താണ് ഈ നമ്പരും ഈ യൂണിറ്റും? ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്ന നൂലിൻ്റെ നീളം 17 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? ഇപ്പോൾ 17 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ആണ്, ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുന്നവരടുത്ത്. എന്താണ് ഈ 17 സെൻറ്റിമീറ്ററിൻ്റെ അർത്ഥം? വാട്ട് ഈസ് ദ ഫിസിക്കൽ മീനിങ് എന്നൊരു ചോദ്യമുണ്ട്. 17 സെൻറ്റിമീറ്റർ എന്നതിൻ്റെ അർത്ഥം ഒരു സെൻറ്റിമീറ്ററിൻ്റെ 17 യൂണിറ്റുകൾ അല്ലെങ്കിൽ 17 എണ്ണം. എന്താണ്? ഒരു സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റിൻ്റെ ബേസിൻ്റെ 17 യൂണിറ്റുകൾ അല്ലെങ്കിൽ 17 എണ്ണം അല്ലേ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെയിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്ന നൂലിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സ്കെയിലിനോട് ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഈ നൂലിൻ്റെ എൻഡ്, ആദ്യത്തെ എൻഡ് ഇവിടെ എ, ലാസ്റ്റ് എൻഡ് ഇവിടെ ബി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കിത് 17 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? നിങ്ങളിവിടെ 0 മാർക്ക് ചെയ്തേക്കുന്നിടത്ത് വച്ചു. ലാസ്റ്റ് ഈ നൂലിൻ്റെ ഈ എൻഡ് കോയിൻസൈഡ് ചെയ്യുന്ന എവിടെയാണ്? 17 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നിടത്താണ് അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സ്കെയിലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ഇത് ഏതാണ്ട്? ഇതാണ് 1 സെൻറ്റിമീറ്റർ. ഏറ്റവും ചെറിയ യൂണിറ്റാണ് 1 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ 17 എണ്ണം ചേർത്ത് വെച്ചാലേ ഈ നൂലിൻ്റെ നീളമാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? 1 സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റിൻ്റെ 17 എണ്ണം ചേർത്ത് വെച്ചാൽ, ഇപ്പോൾ കറക്റ്റ് 17 എണ്ണം അല്ല, മനസ്സിലാക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റിൻ്റെ 17 എണ്ണം ചേർത്ത് വെച്ചാലേ നിങ്ങൾക്ക് ഈ നൂലിൻ്റെ നീളമാവൂ. എന്താണ്? 1 സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റിൻ്റെ 17 എണ്ണം ചേർത്ത് വെച്ചാലേ നിങ്ങൾക്ക് ഈ നൂലിൻ്റെ നീളമാകൂ. ഇതുപോലെ എന്താണ് എൻ്റെ ഭാരം എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു വെയ്റ്റിംഗ് മെഷീനിൽ എന്ത് ചെയ്യുന്നു? എന്നെ കയറ്റി നിർത്തുന്നു. എന്നെ കയറ്റി നിർത്തിയിട്ട് എൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അതിനകത്ത് എൻ്റെ വെയിറ്റ് 75 കിലോഗ്രാം എന്ന് കാണിക്കുകയാണ് എന്ന് വിചാരിക്കുക. എൻ്റെ ഭാരം 75 കിലോഗ്രാം ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മൈ വെയിറ്റ് ഈസ് 75 കിലോഗ്രാം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അർത്ഥം 75 കിലോഗ്രാമിന് ഒറ്റ മീനിങ്ങേ ഉള്ളൂ. 1 കിലോഗ്രാം എന്ന യൂണിറ്റിൻ്റെ 75 എണ്ണം ചേർത്ത് വെച്ചാലേ എൻ്റെ ഭാരമാകൂ. എന്താണ്? 1 കിലോഗ്രാം എന്ന യൂണിറ്റിൻ്റെ 75 എണ്ണം ചേർത്ത് വെച്ചാലേ എൻ്റെ ഭാരമാകൂ. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്. മെഷർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അളക്കുന്നു, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ടെക്നിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്? നിങ്ങളൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നീളത്തിനാണെങ്കിൽ നിങ്ങൾ സെൻറ്റിമീറ്റർ എന്നൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ യൂണിറ്റിൻ്റെ എത്ര എണ്ണം ഇതിലുണ്ട്, ഈ നൂലിലുണ്ട് എന്ന കമ്പാരിസണാണ് നിങ്ങൾ നടത്തുന്നത്, താരതമ്യമാണ്. അതുപോലെ ഭാരത്തിന് നിങ്ങൾ 1 കിലോഗ്രാം എന്നൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂണിറ്റിൻ്റെ എത്ര എണ്ണം എൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കമ്പാരിസണാണ് നിങ്ങൾ മെഷർമെൻറ്റിൽ നടത്തുന്നത്. താരതമ്യമാണ് നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റിൽ നടത്തുന്നത് അല്ലേ? സോ എന്താണ് മെഷർമെൻറ്റ് എന്ന് ചോദിച്ചാൽ, മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ certain ബേസിക് ആർബിട്രറിലി ചൂസൺ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കാൾഡ് യൂണിറ്റ്. ഇവിടെ 3 ടേം നമ്മൾ പറഞ്ഞു. കമ്പാരിസൺ എന്താണെന്ന് നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? അതിന് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ബേസ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ആർബിട്രറിലി ചൂസൺ ആയിട്ടുള്ള ഒരു ബേസ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലെങ്ത് പറയുകയാണ്. ലെങ്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഈ ആർബിട്രറിലി ചൂസൺ ആയിട്ടുള്ള ബേസ് യൂണിറ്റുമായി കമ്പയർ ചെയ്യുന്നു. ആ യൂണിറ്റിൻ്റെ എത്ര എണ്ണം നമ്മൾ നടത്തിയ മെഷർമെൻറ്റിലുണ്ടെന്ന് നോക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നൂല് തന്നിട്ട് നൂലിൻ്റെ നീളം എത്രയെന്ന് നോക്കുന്നു. നിങ്ങൾ പറയണേ എൻ്റെ ഒരു വിരൽ, ഇപ്പോൾ എൻ്റെ ചൂണ്ട് വിരൽ, ഞാൻ എൻ്റെ ചൂണ്ട് വിരൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് എൻ്റെ ചൂണ്ട് വിരൽ
ഇത്രയും നീളമുണ്ട്. ഇതിന് ഞാൻ ഒരു ചൂണ്ടുവിരൽ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ നൂലിൽ ആദ്യം നിങ്ങളുടെ ചൂണ്ടുവിരൽ വെച്ചു, എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് വീണ്ടും ചൂണ്ടുവിരൽ വെച്ചു, എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് വീണ്ടും ഒരു ചൂണ്ടുവിരലൂടെ വെച്ചു. 3 പ്രാവശ്യം നിങ്ങളുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ അടുക്കി വെച്ചപ്പോഴാണ് നൂലിൻ്റെ നീളമായെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയാണ് എൻ്റെ ചൂണ്ടുവിരലിൻ്റെ 3 മടങ്ങാണ് നൂലിൻ്റെ നീളം എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് എൻ്റെ തരികയാണ്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാണ്? എൻ്റെ എന്ത് ചെയ്യുന്നു? ഈ വിരലെടുക്കുന്നു. ഓക്കെ, എൻ്റെ ഈ വിരലെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കുഞ്ചു വിരലല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? എൻ്റെ കുഞ്ചു വിരലെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കുഞ്ചു വിരൽ വെച്ചിട്ട് ഇത് അളക്കുന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ കുഞ്ചു വിരൽ 3 പ്രാവശ്യവും പിന്നെ അതിൻ്റെ പകുതിയും കൂടെ വെച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? നൂലിൻ്റെ നീളമായെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ 3.5 കുഞ്ചു വിരലാണ് നൂലിൻ്റെ നീളം എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തിനും മനസ്സിലാവൂ? ഒരാൾ പറയണത് എൻ്റെ 3 ചൂണ്ടുവിരലാണ് നീളം, അടുത്ത ആൾ പറഞ്ഞു എൻ്റെ 3.5 കുഞ്ചു വിരൽ അടുക്കിയപ്പോഴാണ് നൂലിൻ്റെ നീളമായത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർമെൻറ്റ് നടത്താൻ പറ്റില്ല. മെഷർമെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് വെച്ച് നടത്തണം? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റെഫറൻസുകൾ വെച്ച് നടത്തണം. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് ആണ്. ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുപോയി ഞാൻ ഒരാളുടെ കയ്യിൽ ഈ നൂല് കൊടുത്താലും അത് അയാൾ അളന്നിട്ട് എന്തെന്ന് തന്നെ പറയും? 17 സെൻറ്റിമീറ്റർ എന്ന് തന്നെ ഇതിൻ്റെ നീളം പറയും, ഇല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ എന്നത് ഇന്ത്യയിലും അമേരിക്കയിലും ഒരേ യൂണിറ്റാണ്, ഒരേ നീളമാണ്. ഇന്ത്യയിലെ 1 സെൻറ്റിമീറ്റർ എത്ര നീളമുണ്ടോ അതേ നീളം തന്നെ അമേരിക്കയിലെ 1 സെൻറ്റിമീറ്ററിനുണ്ട്. ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ഇന്ത്യയിൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഭാരമാണോ അത്രയും ഭാരം തന്നെയാണ് അമേരിക്കയിലും 1 കിലോഗ്രാം എന്ന ഭാരം. പക്ഷേ എൻ്റെ ചൂണ്ടുവിരലിൻ്റെ നീളവും വേറൊരാളുടെ കുഞ്ചുവിരലിൻ്റെ നീളവും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ നമ്മൾക്ക് ആർബിട്രലി ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മീറ്ററിൽ നീളം പറയണം, പറയാം. സെൻറ്റിമീറ്ററിൽ നീളം പറയണം, പറയാം. യാർഡിൽ നീളം പറയണം, പറയാം. ഫുട്ടിൽ നീളം പറയണം, പറയാം. ഇതെല്ലാം നമുക്ക് ആർബിട്രലി ചൂസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുത്താം. പക്ഷേ അതെന്തായിരിക്കണം? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം. ഞാനീ പറഞ്ഞ യൂണിറ്റുകളെല്ലാം ഇൻ്റർനാഷണലി അക്സെപ്റ്റഡാണ്. സെൻറ്റിമീറ്റർ, മീറ്റർ, ഫുട്ട്, യാർഡ് ഇതെല്ലാം ഇൻ്റർനാഷണലി അക്സെപ്റ്റഡാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡായ ആർബിട്രലി ചൂസൺ ആയിട്ടുള്ളൊരു ബേസ് യൂണിറ്റ് എടുക്കുകയും അതുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഈ ക്വാണ്ടിറ്റിയിൽ ആ യൂണിറ്റ് എത്ര എണ്ണം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിലായി പറഞ്ഞാണ്. ഇനി വീണ്ടും ഈ ഡെഫിനിഷൻ ഈ പോയിന്റ് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ ഒന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? എലാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സാധനം തന്നെ സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റ് എടുത്തു, അതിൻ്റെ 17 എണ്ണം ഉണ്ടെന്ന് കമ്പയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. സെൻറ്റിമീറ്റർ ഇസ് ആൻ ആർബിട്രലി ചൂസൺ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തു. പക്ഷേ അതെന്താണ്? സെൻറ്റിമീറ്റർ എടുക്കണം എന്നുള്ള എൻ്റെ ഇഷ്ടം. ആ സെൻറ്റിമീറ്റർ എന്തായിരിക്കണമെന്നേ ഉള്ളൂ, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മീറ്ററിൽ തന്നെ നീളം പറയണം, പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ നീളം മീറ്ററിൽ പറയണമെങ്കിൽ പറയാം. 17 സെൻറ്റിമീറ്ററിന് വരെ മീറ്റർ എന്ന യൂണിറ്റിൽ പറയാം. മീറ്റർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. പക്ഷേ അത് 2 സെയിം ആണ്. നിങ്ങൾ ഇതിൻ്റെ മീറ്ററിൽ പറയുന്ന യൂണിറ്റും ഞാൻ സെൻറ്റിമീറ്ററിൽ പറയുന്ന യൂണിറ്റും സെയിം ആണ്, ഫലത്തിൽ സെയിം ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തൊക്കെ? ഒരു നമ്പരും കിട്ടും, ഒരു യൂണിറ്റും കിട്ടും. മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ അക്കമ്പനീഡ് ബൈ എ യൂണിറ്റ്. ഒരു നമ്പരും അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും. ഇതാണ് എന്ത്? നമ്മൾ നടത്തുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂണിറ്റ് പറഞ്ഞു അല്ലേ? പലതരം ക്വാണ്ടിറ്റീസിനെ പലതരം യൂണിറ്റുകൾ വെച്ചാണ് നമ്മൾ അളക്കുന്നത്. നീളം എത്ര എന്ന ചോദ്യത്തിന് 5 കിലോഗ്രാം എന്ന് നമ്മൾ പറയാറില്ല. ഭാരം എത്ര എന്ന ചോദ്യത്തിന് 15 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയാറില്ല. ഓരോ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്നതിന്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്നതിന് ഓരോ തരം യൂണിറ്റുകളുണ്ട്. അപ്പോൾ ആ യൂണിറ്റുകളെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. എല്ലാ യൂണിറ്റുകളുടെയും ഒറ്റ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ തരം എന്താണ്? ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്. എന്താണ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിനെ, രണ്ടും ഒന്നാണ്. ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അതാണ് ആദ്യത്തെ കാറ്റഗറി. ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയാറ്. അപ്പോൾ അതല്ലാത്ത യൂണിറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ 2 വാക്ക് നമ്മൾ കേട്ടു, ഫണ്ടമെൻ്റൽ ഓർ ബേസ്, പിന്നെ ഡിറൈവ്ഡ്. അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. യൂണിറ്റുകൾ 2 തരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്വാണ്ടിറ്റീസും 2 തരമുണ്ടെന്നാണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നും ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും പറയുന്ന 2 തരം യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും പറയുന്ന 2 തരം ക്വാണ്ടിറ്റീസും ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു
ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റാണ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്. രണ്ടാമത് നമ്മൾ പറയുകയാണ് എന്ത്, യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ബേസ് യൂണിറ്റ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്ന ക്വാണ്ടിറ്റീസിന് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്ത മറ്റെല്ലാ ക്വാണ്ടിറ്റികളെയും, ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാം? ഈ പറഞ്ഞ ബേസ് യൂണിറ്റുകളുടെ കോമ്പിനേഷനായിട്ട് അതിൻ്റെ യൂണിറ്റുകളെ നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറയുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി പറയണം, എന്നിട്ട് എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടേം കേട്ടു. ഒന്ന് ഫണ്ടമെൻ്റൽ, എന്താണ് ആദ്യത്തെ വാക്ക്? ഫണ്ടമെൻ്റൽ. രണ്ടാമത്തെ എന്താണ് പറയുക? ഡിറൈവ്ഡ്. ഇതാണ് നമ്മൾ കേട്ട രണ്ട് വേർഡ്സ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, അപ്പോൾ അത് പറയണമെങ്കിൽ നമ്മൾ ഈ ടേബിൾ ഒന്ന് നോക്കണം. ഈ ടേബിൾ പറഞ്ഞിട്ട് നമ്മൾ ബാക്കി കൺസെപ്റ്റ് പറയും. ഓക്കെ, എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഇപ്പോൾ ഒരു 7 ക്വാണ്ടിറ്റീസ് ഞാൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു. എന്താ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന 7 എണ്ണം? 1 ലെങ്ത് അഥവാ നീളം, 2 മാസ്, 3 ടൈം, 4 ഇലക്ട്രിക് കറണ്ട്, 5 തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, 6 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, 7 ലൂമിനസ് ഇൻറ്റൻസിറ്റി. 7ഉം ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഓക്കെ, എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത് 7 എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാറുള്ളത്. മലയാളത്തിൽ ഫണ്ടമെൻ്റൽ സാധാരണ മൗലികം എന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞുള്ളത്. നമ്മൾ മലയാളം മൗലികാവകാശം എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിനെ മൗലിക അളവുകൾ എന്നല്ല. ഇപ്പോൾ SCERT-യിലായാലും NCERT-യിലെ സമഗ്രയിലായാലും ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ലേഷൻ അടിസ്ഥാന അളവുകൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 7 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാറുള്ളത്. ദീസ് 7 ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഞാനില്ല മറ്റേ കൈരേഖ കാണിച്ചിട്ട് ഇതാണ് രേഖ എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ഇവയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു എന്നൊരു ഫണ്ടമെൻ്റലായ ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 7 ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്? ഈ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. എന്താണ്? ഈ 7 ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാനോ ഇതിൻ്റെ മെഷർമെൻറ്റ് നടത്താനോ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ്. അവ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ? ടു ഡിഫൈൻ ദീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വി ഡോണ്ട് നീഡ് എനി അതർ ക്വാണ്ടിറ്റീസ്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. അതുപോലെ ഇത് അളക്കാനും നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓർ ബേസ് പേര് തന്നെ ബേസ് അല്ലെ, അടിസ്ഥാന അളവുകൾ അല്ലേ. അപ്പോൾ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായതും നിർവചിക്കാനും അളക്കാനും മറ്റളവുകളുടെ ആവശ്യമില്ലാത്തതുമായ ഭൗതിക അളവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്ക്, ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ഈ 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ലെങ്ത് അളക്കാനുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഏതാ? മീറ്റർ അല്ലേ. മീറ്ററാണ് ലെങ്ത് അളക്കാനുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഇനി മാസ് അളക്കാനുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം, kg. ഇല്ലേ. ടൈം അളക്കാനുള്ളത് സെക്കൻഡ്, എസ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട് അളക്കാനുള്ളത് ആംപിയർ, എ ആണ് യൂണിറ്റ്. ഓക്കെ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിനാണ് യൂണിറ്റ്, കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്, MOL. ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡലയാണ്, CD. ഇത് 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലായി. അവ അളക്കാനോ അവയെ നിർവചിക്കാനോ നമുക്ക് മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്ത മറ്റേതൊരു ക്വാണ്ടിറ്റിയെ നിർവചിക്കാനും നമുക്ക് ആരുടെ ആവശ്യമുണ്ടേ? ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിവിടെ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി പറഞ്ഞു, മാസ്, ടൈം. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാം, ലെങ്ത്. മാസ്, ലെങ്ത്, ടൈം, ഈ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മോഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, എന്നാലും ആൾറെഡി നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? വെലോസിറ്റി ഈക്വൽ ടു
ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതായത് യൂണിറ്റ് സമയത്തിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വസ്തുവിനുണ്ടാകുന്നു എന്നതാണ് നിങ്ങൾ എന്തായി പഠിച്ചിട്ടുള്ളത്, വെലോസിറ്റി ആയി പഠിച്ചിട്ടുള്ളത്. എന്താണ് യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നതാണ് നിങ്ങൾ വെലോസിറ്റി ആയി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, വെലോസിറ്റി എന്ന അളവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, ടൈം വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് നമ്മൾ എന്തായിട്ടാണ് പറയാറുള്ളത്? ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. സ്ഥാനമാറ്റം നമ്മൾ നീളത്തിൻ്റെ യൂണിറ്റിലാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ യൂണിറ്റ് വേണം? ലെങ്ത്തിൻ്റെ യൂണിറ്റ് വേണം, വേണ്ടേ? അഥവാ വെലോസിറ്റി എന്ന അളവിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ലെങ്ത് എന്ന അളവ് വേണം, അതുപോലെ ഏതളവും വേണം? ടൈം എന്ന അളവും വേണം. വെലോസിറ്റി എന്ന അളവിനെ നിർവചിക്കാൻ നമുക്ക് ലെങ്ത് എന്ന അളവും വേണം, ടൈം എന്ന അളവും വേണം. അങ്ങനെ നിർവചിക്കാൻ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. എന്താണ്? വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ബേസിക്കായ വ്യത്യാസം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ പറ്റി പറയാനോ അത് അളക്കാനോ നമുക്ക് മറ്റൊരളവിൻ്റെയും ആവശ്യമില്ല, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അളക്കാൻ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചേ സാധിക്കൂ. അളക്കാനായാലും നിർവചിക്കാനായാലും. നിർവചിക്കാൻ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വേണം, അപ്പോൾ അളക്കാൻ ഉറപ്പായിട്ടും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വേണം. സോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ഓൺലി ബി എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് ദി 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് മാത്രം നിർവചിക്കാൻ സാധിക്കുന്ന അവയുടെ സഹായത്തോടു കൂടി മാത്രം അളക്കാൻ സാധിക്കുന്ന അളവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മലയാളത്തിൽ വ്യുൽപ്പന്ന അളവ് എന്നാണ് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്? അടിസ്ഥാന അളവ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അടിസ്ഥാന അളവ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് പറയുന്നത് വ്യുൽപ്പന്ന അളവ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. പ്രകാശ തീവ്രതയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. പദാർത്ഥത്തിൻ്റെ അളവാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ടെമ്പറേച്ചർ നമുക്കറിയാം, താപനില. ഇലക്ട്രിക് കറണ്ട് അല്ലേ, വൈദ്യുത പ്രവാഹ തീവ്രത. സമയം, മാസ് എന്താണ്? പിണ്ഡം. ലെങ്ത്, നീളം. ഇത് 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞു അല്ലേ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ക്വാണ്ടിറ്റീസ് ഒന്ന് നോക്കിയേ. ഏരിയ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി, പരപ്പളവ് എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏരിയ സാധാരണയായി നമ്മളെന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നതാണല്ലേ, LB എന്നതാണ് നമ്മൾ പറയാറുള്ളത്. ലെങ്ത്തിനെ നമുക്ക് എന്തിൻ്റെ യൂണിറ്റിൽ? നീളത്തിൻ്റെ യൂണിറ്റ് വെച്ചേ പറയാൻ പറ്റൂ. ബ്രെഡ്ത്ത്, വീതിയെ നമുക്ക് നീളം വെച്ചേ പറയാൻ പറ്റൂ. നീളത്തിൻ്റെയും വീതിയുടെയും ഗുണനഫലമാണ് ഏരിയ. അപ്പോൾ ഏരിയ പറയണമെങ്കിൽ നമുക്ക് നീളവും വീതിയും വേണം. അപ്പോൾ ഏരിയ എന്ന ക്വാണ്ടിറ്റി പറയണമെങ്കിൽ നമുക്ക് ലെങ്ത് എന്ന ഫിസിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വേണം. അതുപോലെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അത് പറയണമെങ്കിലും നമുക്ക് 3 ലെങ്ത് യൂണിറ്റുകൾ വേണം. അപ്പോൾ വോളിയം ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വേണം. ഇനി വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് പറയണമെങ്കിൽ നമുക്ക് ലെങ്ത് വേണം, ടൈം വേണം. 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ പറയാൻ പറ്റൂ. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസും വേണം, ടൈമും വേണം അവിടെ. അതുണ്ടെങ്കിലേ നമുക്ക് ആക്സിലറേഷൻ പറയാൻ പറ്റൂ. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് F=ma. ഫോഴ്സ് പറയണമെങ്കിൽ മാസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും വേണം. ആക്സിലറേഷൻ അല്ലേ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിലേ പറയാൻ പറ്റൂ. അപ്പോൾ മാസ്, ലെങ്ത്, ടൈം, ഈ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫോഴ്സ് എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഈ 3 അളവുകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്കതിനെ അളക്കാനും പറ്റൂ. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് പറയണമെങ്കിൽ നിങ്ങൾക്ക് മാസ് വേണം, ലെങ്ത് വേണം, ടൈം വേണം. അപ്പോൾ ഇവിടെയും മാസും ലെങ്തും ടൈമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പറയാൻ പറ്റൂ. ഡെൻസിറ്റി ആണെങ്കിൽ മാസ് ബൈ വോളിയമാണ്. അപ്പോൾ വോളിയം പറയണമെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് വേണം. അപ്പോൾ ഇവിടെ മാസും ലെങ്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൻസിറ്റി പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാനും അളക്കാനും മറ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കൂ എന്ന തരത്തിലുള്ള അളവുകളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ മലയാളം എന്താണ്? മലയാളം അത്ര പഠിച്ചു വെക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. PSCയുടെ മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല വരാൻ പോണത്.
എന്നാലും ഓർത്ത് വെച്ചോളുക. വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് പറയുന്നത്. വ്യുൽപ്പന്ന അളവെന്നാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏത് സ്ലൈഡിൽ ഈ യൂണിറ്റുകൾ പറഞ്ഞപ്പോൾ സ്ലൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞു എന്തെന്ന് പറഞ്ഞു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും വിളിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കിയേ, ദ യൂണിറ്റ്സ് ഫോർ ദ ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. പിന്നെ എന്ത് പറഞ്ഞു, യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ദ ബേസ് യൂണിറ്റ്. അപ്പോൾ മറ്റെല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റുകളെ, ഇപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളായിട്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? മാസിന് കിലോഗ്രാം, ലെങ്ത്തിന് മീറ്റർ. ശ്രദ്ധിച്ചോണം, മാസിന് ഗ്രാം അല്ലേ, മാസിന് കിലോഗ്രാം, ലെങ്ത്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിന് ആംബിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ, പ്രകാശ തീവ്രത ലൂമിനസ് ഇൻറ്റൻസിറ്റിക്ക് ക്യാൻഡല. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ 7 യൂണിറ്റുകൾ, അതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് പറയാൻ കഴിയുന്ന യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഓർത്താൽ മതി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറയണമെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വേണം. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റാണ് ആര്? ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫണ്ടമെൻ്റൽ യൂണിറ്റ് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് ആലോചിച്ചേ, ഫോഴ്സ് പറയണമെങ്കിൽ നിങ്ങൾക്ക് മാസ് വേണം, ലെങ്ത് വേണം, ടൈം വേണം. 3 ബേസ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സ് എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറയാൻ പറ്റും അല്ലേ? അതുപോലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് പറയണമെങ്കിൽ നിങ്ങൾക്ക് മാസിൻ്റെ യൂണിറ്റ് വേണം, ലെങ്ത്തിൻ്റെ യൂണിറ്റ് വേണം, ടൈമിൻ്റെ യൂണിറ്റ് വേണം. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ കോമ്പിനേഷനായിട്ട് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ്സ് ഓഫ് ആൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ദ ബേസ് യൂണിറ്റ്. അപ്പോൾ ബേസ് യൂണിറ്റുകളല്ലാത്ത എല്ലാ യൂണിറ്റുകളെയും ബേസ് യൂണിറ്റുകളുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന അളവും വ്യുൽപ്പന്ന അളവും ഉള്ളതുപോലെ എന്തുണ്ടെന്ന് നമുക്ക് പറയാതെ അടിസ്ഥാന യൂണിറ്റും വ്യുൽപ്പന്ന യൂണിറ്റും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഫണ്ടമെൻ്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും ഉണ്ട് എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഇനി ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഈ യൂണിറ്റുകളായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ 7 സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോള്, ക്യാൻഡല, ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഇതാരാ തീരുമാനിച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ യൂണിറ്റുകളെന്ന്? ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ലെങ്ത് മീറ്ററിൽ അളക്കാൻ സൗകര്യമില്ല, ഞാൻ യാർഡിലെ ലെങ്ത് അളക്കും, അല്ലെങ്കിൽ മൈല്, 1000 മൈല് എന്നൊക്കെ പറഞ്ഞ് മൈൽ കുറ്റി വെച്ചിട്ട് നമ്മൾ മൈലിൻ്റെ ഡിസ്റ്റൻസ് വരും. അപ്പോൾ മൈൽ യൂണിറ്റിലേ ഞാനത് അളക്കുന്നുള്ളൂ, അല്ലെങ്കിൽ യാർഡിലേ അളക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഫുട്ട് അല്ലേ, ഫുട്ടിലെ അളക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറയുകയാണ്. പല യൂണിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ലെങ്ത് ഇതിൽ തന്നെ അളക്കണമെന്ന് നിർബന്ധം എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു നൂലെടുത്ത് തന്നിട്ട് അളവ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ സെൻറ്റിമീറ്റർ പറയുന്നു, ഒരാൾ മീറ്റർ പറയുന്നു, ഒരാൾ കിലോമീറ്റർ പറയുന്നു, ഒരാൾ ഡെസിമീറ്റർ പറയുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു യാർഡിൽ പറയുന്നു, ഒരാൾ ഫുട്ടിൽ പറയുന്നു. 10 പേരെടുത്ത് ചോദിച്ചാൽ 10 യൂണിറ്റ് കിട്ടും. ഇപ്പോൾ എനിക്ക് കോമൺ ആയിട്ടൊരു എക്സ്പെരിമെൻ്റ് നടത്തിയ ഒരു മെഷർമെൻറ്റ് എടുക്കാനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 10 പേർക്കും കിട്ടിയ റിസൾട്ടുകളെ എനിക്ക് കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിൽ ഇപ്പോൾ ലെങ്തിനുണ്ടാകുന്നൊരു ചേഞ്ച് അത് റിലേറ്റ് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 10 പേർക്കും കിട്ടിയ വാല്യൂസിനെ എനിക്കൊന്ന് കമ്പയർ ചെയ്യണം. ഞാൻ നിങ്ങളോട് 10 പേരുടെ യൂണിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 10 യൂണിറ്റുകളിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് പറഞ്ഞാൽ കാര്യം നടക്കൂ. ഞാൻ ഇരുന്ന് എന്ത് ചെയ്യണം? ഇതെല്ലാത്തിനെയും കൺവെർട്ട് ചെയ്ത് ഒരേ യൂണിറ്റിലാക്കിയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസ് നമുക്ക് ഒഴിവാക്കണം. ഫിസിക്കൽ വേൾഡിൽ നമ്മൾ നടത്തിയ മെഷർമെൻറ്റുകൾ വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റുകൾ നടത്തും, ലാബുകളിൽ പരീക്ഷണങ്ങൾ നടത്തും, അത് നമുക്ക് രാജ്യങ്ങൾ തമ്മിൽ കൈമാറേണ്ടി വരും ഈ ഡാറ്റ അല്ലേ? ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന എക്സ്പെരിമെൻ്റൽ ഡാറ്റ നമ്മൾ വേറെ രാജ്യവുമായി ചിലപ്പോൾ കൈമാറേണ്ടി വരും. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഇപ്പം അവരുടെ ഒരു സഖ്യരാജ്യമായി കൈമാറേണ്ടി വരും. അപ്പം സമയം പോലെയുള്ള കാര്യങ്ങൾ, ലെങ്ത് പോലെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റകളൊക്കെ നമുക്ക് കൈമാറേണ്ടതായിട്ടൊക്കെ വരും. ഇപ്പം ലോകത്ത് പലയിടത്തും പല യൂണിറ്റുകളിൽ ഒരേ ക്വാണ്ടിറ്റി അളക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് വേണം? ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ടൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ലോകത്തെല്ലാവരും ആ യൂണിറ്റിൽ തന്നെ ആ മെഷർമെൻ്റ് അങ്ങ് നടത്തിക്കോളും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ 10 പേരെടുത്ത് വെച്ചാൽ 10 യൂണിറ്റിൽ നിങ്ങൾ അളക്കുന്ന പരിപാടി അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് സാധിക്കും? ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടൊരു 7 യൂണിറ്റ് പറഞ്ഞാൽ ഈ 7 യൂണിറ്റുകൾ വെച്ച് ലോകത്തെല്ലാവരും ഈ 7 ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്തോളും. എന്താണ്? ഈ 7 യൂണിറ്റ് വെച്ച് ലോകത്തെല്ലാവരും ഈ 7 ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തോളും. ഇനി ബാക്കി ക്വാണ്ടിറ്റീസിൻ്റെ കാര്യം, ബാക്കി ലോകത്ത് നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 7 ക്വാണ്ടിറ്റി വെച്ചേ പറയാൻ പറ്റൂ. അപ്പോൾ ലോകത്ത് ബാക്കി ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും നിങ്ങളെല്ലാവരും ഈ 7 യൂണിറ്റുകൾ ഏതെങ്കിലുമൊക്കെ വെച്ചാൽ പറയൂ. അപ്പോൾ അവിടെയും കോംപ്ലക്സിറ്റി ഇല്ല.
അപ്പോൾ എളുപ്പമായില്ലേ? ഇത് 7 എണ്ണത്തിന് ഇത്രയും യൂണിറ്റുകൾ അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ എന്തായി? അത് നമുക്ക് എളുപ്പമായി. അങ്ങനെ ലോകത്തുള്ള എല്ലാവരും കൂടിച്ചേർന്ന് ആലോചിച്ച് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി എന്ത് ചെയ്തു? ഈ പറഞ്ഞ 7 ക്വാണ്ടിറ്റീസിന് ഈ 7 എണ്ണമാണ് യൂണിറ്റ് അങ്ങ് തീരുമാനിച്ചു. ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയിലെത്തി. ഇനി മുതൽ ലോകത്തെല്ലാവരും ഏത് ലോകരാജ്യങ്ങളായാലും ഈ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഈ 7 എണ്ണം നിങ്ങൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും യൂണിറ്റുകൾ വെച്ചേ മെഷർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ മെഷർ ചെയ്യണം എന്ന് ലോകരാജ്യങ്ങളെല്ലാവരും പരസ്പരം സമ്മതിച്ചു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ആൾസോ നോൺ ആസ് SI യൂണിറ്റ്സ്. അതായത് നമ്മളിതേ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ട ഈ സാധനങ്ങളുണ്ടല്ലോ, ഈ 7 യൂണിറ്റുകളുടെ സിസ്റ്റത്തെയാണ് നമ്മൾ SI യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് SI എന്നാണ് ഇവിടുന്ന് ISL ഇടേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇത് എവിടെ വെച്ചാണ് നടന്നത്? പാരീസിൽ വെച്ചാണ് നടന്നത്. അവിടെ അവരുടെ ലാംഗ്വേജ് പറയുമ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണലേ ഡി യൂണിറ്റ്, അങ്ങനെയാണ് അവരുടെ ഒരു ലാംഗ്വേജിൽ പറയുന്നത്. സിസ്റ്റം ഇൻ്റർനാഷണലേ ഡി യൂണിറ്റ്, അപ്പോൾ SI, അതുകൊണ്ടാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1960 പാരീസിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ എന്ത് ചെയ്തു? ഈ SI യൂണിറ്റുകളെ ലോകരാജ്യങ്ങളെല്ലാവരും അംഗീകരിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ്. യൂണിഫൈഡ് അല്ലേ? ലോകത്തെല്ലാവരും ഇനി തൊട്ട് ഈ യൂണിറ്റുകളിൽ തന്നെ മെഷർമെൻറ്റ് നടത്താൻ പോവല്ലേ? അപ്പോൾ ഇത് യൂണിഫൈഡാണ്, ഏകീകരിക്കപ്പെട്ട ഒരു യൂണിറ്റ് സിസ്റ്റമാണ്. ലോകത്തെല്ലാവരും ഇനി ഈ യൂണിറ്റിലെ മെഷർമെൻറ്റ് നടത്തും. അപ്പോൾ ഇത് ഓർത്തോണം, എന്ത്? SI യൂണിറ്റ് സിസ്റ്റം അംഗീകരിച്ചത് 1960 ഫ്രാൻസിലെ പാരീസിൽ നടന്ന എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞതുപോലെ SI യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് സിസ്റ്റം എന്ത് ചെയ്തു? ലോകരാജ്യങ്ങളെല്ലാവരും എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, ആ യൂണിറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ: മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ, കാൻഡല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് വായിച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SCERTയിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് 1960 ഫ്രാൻസിൽ നടന്ന കോൺഫറൻസിൽ ഇത് അംഗീകരിച്ചു, ഈ പറഞ്ഞ SI യൂണിറ്റ് സിസ്റ്റം അംഗീകരിച്ചു എന്നത് നിങ്ങളുടെ SCERTയിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ PSC എഴുതാനായിട്ട് SCERT ഒക്കെ വായിച്ചിട്ട് നേരെ പോയി NCERT വായിക്കുകയാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞിരിക്കുന്നു? The SI with standard schemes of symbols, units and abbreviations developed by the International Bureau of Weights and Measures. അവിടെയും ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ അബ്രിവേഷൻ ഇങ്ങനെയല്ല വരാനുള്ളത്, പക്ഷേ BIPM എന്നാണ്. അതും ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് ഭാഷയിൽ പറയുമ്പോൾ അത് BIPM എന്ന ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് 1971 എന്ത് ചെയ്തു? ഇതിന് അംഗീകാരം കൊടുത്തു കേട്ടോ. SI was developed by International Bureau of Weights and Measures in 1971. അതെങ്ങനെയേ? 2 ടെക്സ്റ്റിലും 2 ഡാറ്റ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ SCERTയിൽ പറഞ്ഞിരിക്കുകയാണ് 1960 കോൺഫറൻസിൽ, പാരീസിൽ നടന്ന കോൺഫറൻസിലാണ് SI സിസ്റ്റം അംഗീകരിച്ചതെന്ന് പറയുന്നു. NCERTയിൽ പറയുന്നു 71 അംഗീകരിച്ചത്. എന്നിട്ട് എന്തും ചെയ്തു? 2018 റിവൈസും ചെയ്തു. അപ്പോൾ അത് ഓർത്തോണം, ഇത് റിവൈസ് ചെയ്തെന്നാണ് ലാസ്റ്റ് 2018 നമ്മുടെ ഈ SI യൂണിറ്റ് സിസ്റ്റം റിവൈസ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ കാര്യം? എന്തായാലും ഒന്നുകിൽ SCERT തരണം, അല്ലെ NCERT തരണം, അല്ലെ രണ്ടും ശരിയാവണം. രണ്ടും ശരിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ 1960 നടന്ന പാരീസിൽ നടന്ന കോൺഫറൻസിൽ ആദ്യമായിട്ട് ലോകത്ത് ഒരു യൂണിഫൈഡ് മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടാകുന്നത് 60 പക്ഷേ 60 ഇത് ഉണ്ടാക്കുമ്പോൾ ആരുണ്ടായിരുന്നില്ലേ? മോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ടുണ്ടായിരുന്ന മോൾ എന്തിലുണ്ടായിരുന്നില്ല? 60 കോൺഫറൻസിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ 71 കോൺഫറൻസിലാണ് ആഡ് ചെയ്തത്. ഓക്കെ, 14th CGPM in 1971 added the mole as the 7th base unit. ഓക്കെ, നമ്മൾ ആ ടേബിൾ പറഞ്ഞു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് മോളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 6.022 × 10⁻23 അതാണ് ഒരു മോൾ എന്ന് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ഇത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് ഒരു മോളെന്ന് നമുക്ക് വിളിക്കാം, 1 മോൾ അല്ലേ? അപ്പോൾ ഈ പേനയുടെ 6.022 × 10⁻23 പേനകൾ ഉണ്ടെങ്കിൽ അത് 1 മോൾ പേനകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ റിമോട്ട് 6.022 × 10⁻23 എണ്ണം റിമോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 1 മോൾ റിമോട്ടുകൾ എന്ന് വിളിക്കാം, അതാണ് 1 മോൾ. ഓക്കെ, അപ്പോൾ 1960 ആദ്യമായി ലോകരാജ്യങ്ങൾ ഒരു യൂണിഫൈഡ് മെഷറിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിൽ ആരുണ്ടായിരുന്നില്ല? മോൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 1971 കോൺഫറൻസിലാണ് മോൾ ആഡ് ചെയ്യുന്നത്.
അതിൻ്റെ കൂടെ തന്നെ എന്ത് പാസ്കൽ എന്ന് പറയുന്ന പ്രഷറിൻ്റെ യൂണിറ്റും സീമെൻസ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റും അംഗീകരിച്ചു? ഈ പറഞ്ഞ ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, കറക്റ്റാണ്. ലോകത്ത് 60-ൽ ആദ്യമായി യൂണിഫൈഡ് സിസ്റ്റം ഉണ്ടായി, പക്ഷേ അതിൽ മോളില്ല. 71-ൽ നമ്മൾ മോൾ ആഡ് ചെയ്തു. അപ്പോൾ NCERT 71-ലാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന ഏതർത്ഥത്തിൽ? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 7 യൂണിറ്റുകളും നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ 7 യൂണിറ്റുകളും അംഗീകരിക്കപ്പെട്ടത് 71-ലാണ്. അതിന് മുമ്പ് 6 ഉള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കപ്പെട്ട വർഷം 71-ആണ്. അപ്പോൾ PSCയിൽ ക്വസ്റ്റ്യൻ വന്നാലും അത് തിരിഞ്ഞു പോകരുത്. 71 ഇല്ലാതെ 60 മാത്രമുള്ള ഓപ്ഷൻ വന്നാൽ നിങ്ങൾ 60 കൽപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ 2018-ൽ വന്ന അമെൻമെൻറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിലായി പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ എന്താണ് 1 കിലോഗ്രാം, എന്താണ് 1 സെക്കൻഡ് എന്നതുപോലുള്ള ചില സ്റ്റാൻഡേർഡുകളിൽ വന്ന മാറ്റമാണ്. പക്ഷേ അത്രയും ഡീറ്റെയിലായിട്ടൊന്നും നിങ്ങൾ മെയിൻസിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് PSC ഇതിനു മുമ്പും നമ്മൾ ഈ തുടക്കത്തിലും പറഞ്ഞു ഏതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് എന്നതാണ് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മുൻവർഷം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC ഒരുപാട് തവണ ജനറൽ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറഞ്ഞു, ഫണ്ടമെൻ്റൽ യൂണിറ്റ് പറഞ്ഞു, ഡിറൈവ്ഡ് യൂണിറ്റ് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലാതെ ഒരു 2 ക്വാണ്ടിറ്റി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ NCERT തന്നിരിക്കുന്ന ഒരു 2 ക്വാണ്ടിറ്റീസാണ്. ഓക്കെ, എന്താണ് ഒരു ആംഗിൾ എന്ന് വെച്ചാൽ? ഇപ്പോൾ പണ്ട് കാലം തൊട്ട് ഇപ്പോൾ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആംഗിൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ആദ്യം വരയ്ക്കുന്ന ഒരു പടം ഇങ്ങനെയായിരിക്കും. ആദ്യം ഒരു വര വരയ്ക്കും, പിന്നെ ചരിച്ച് വേറൊരു വര വരയ്ക്കും, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടെ ഒരു ആംഗിൾ തീറ്റയിടും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഒരു ആംഗിൾ ഉണ്ടാവണേ 2 വര വേണം അല്ലേ? ഈ വര 1, ഈ വര 2, ഇവിടെ O, ഇവിടെ A, ഇവിടെ B. അപ്പോൾ OA എന്ന് പറയുന്ന ഒരു വരയും OB എന്ന് പറയുന്ന വേറൊരു വരയും ഉണ്ടെങ്കിൽ ആംഗിൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആംഗിൾ ഉണ്ടാവുന്ന എങ്ങനെ? ഇത് 2 വരയല്ല. OA എന്ന ഈ വര, അപ്പോൾ ഈ പേന നോക്കിയേ, OA എന്ന ഈ വര റൊട്ടേറ്റ് ചെയ്തു. ഇതാണ് ഈ റൊട്ടേഷൻ്റെ സെൻറ്റർ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഒരു ആംഗിൾ ഉണ്ടായത്. റൊട്ടേഷൻ ഓഫ് എ റേ ആണ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒരു റേ ഒരു പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ഉണ്ടാകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആലോചിച്ച് കാട് കയറേണ്ട. ആംഗിൾ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്താണ് ഈ ആംഗിൾ? ഈ റേ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ഇവിടെ ഇങ്ങനെ സർക്കുലർ പോർഷൻ ഉണ്ടാവില്ല, ഒരു ചാപം ഉണ്ടാവില്ല, ഒരു ആർക്ക്. അപ്പോൾ ഈ ആർക്കിന് ഒരു ലെങ്ത് ഉണ്ടാവും. ഇനി ഈ റേ ഇവിടെ കറക്റ്റ് ഒരേ ലെങ്താണ്. അപ്പോൾ അതിനെ നമുക്ക് റേഡിയസ് എന്ന് വിളിക്കാം. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ പണ്ടോട്ടേ നമ്മൾ പഠിക്കുന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ ആർക്കിനെ നമുക്ക് A എന്നെടുക്കാം, റേഡിയസിനെ R എന്നെടുക്കാം. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. കോണളവ് എന്ന് പറഞ്ഞാൽ ചാപം ബൈ ആരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സർഫസിലുണ്ടാവുന്ന, ഒരു പ്രതലത്തിലുണ്ടാവുന്ന കോണളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കാറുള്ളത്. തീറ്റയ്ക്ക് വരെ ഇവിടെ D തീറ്റ യൂസ് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അർത്ഥത്തിൽ വ്യത്യാസമില്ല. ചെറിയ കോണളവ്, വളരെ സ്മാൾ ആയിട്ടുള്ളൊരു ആംഗിൾ എന്ന അർത്ഥത്തിലാണ് D തീറ്റ. അപ്പോൾ D തീറ്റ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ആർക്ക്. കണ്ടോ? ആർക്ക് ലെങ്ത് കണ്ടോ? ആർക്ക് ലെങ്ത് DS-ഉം റേഡിയസ് R-ഉം. ഞാൻ ആർക്ക് A എന്നെടുത്തു, അതിന് പകരം എന്തെന്ന് കൊടുത്തിരിക്കുന്നു? DS എന്ന് കൊടുത്തിരിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. DS/R. D തീറ്റ ഈക്വൽ ടു DS/R. ഇതാണ് എന്ത്? പ്ലെയിൻ ആംഗിൾ അഥവാ പ്രതലകോൺ. പ്രതലകോൺ എന്താണ്? പ്ലെയിൻ ആംഗിൾ എന്നാണ് പ്രതലകോൺ. ഞാൻ പറഞ്ഞു ഒരു സർഫസിലാണിത്. അപ്പോൾ ഈ പടം നിങ്ങൾ നോക്കിയേ, ഇതൊരു 2 ഡയമെൻഷനിലാണ്. ഒരു 2 ഡയമെൻഷണൽ ഫിഗറാണ്. അതായത് നിങ്ങളൊരു ഫുട്ബോളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ 4 സൈഡും ചെത്തി അകത്തോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഐസ്ക്രീം കുടിക്കുന്ന കോൺ ആലോചിക്കും. കോൺ ഐസ്ക്രീം കുടിക്കുന്ന കോണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞല്ലേ കോണെന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് തന്നെ. അതിൽ ആംഗിൾ എന്താണ്? 3 ഡയമെൻഷണൽ ആംഗിൾ അല്ലേ? അത് 3 ഡയമെൻഷനുള്ള ആംഗിളാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളിഡ് ആംഗിൾ, മലയാളത്തിൽ ഘനകോൺ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2D സർഫസിൽ ഒരു ആംഗിൾ ഉണ്ടായപ്പോൾ ഒരു ആർക്ക് ലെങ്തും ഒരു റേഡിയസേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആംഗിൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലേ? ഇവിടെ ഒരു ഏരിയയും ഉണ്ട്, ഇവിടെ ഒരു റേഡിയസും ഉണ്ട്. അപ്പോൾ ആ ഏരിയ ബൈ R², DA/R², അതായത് ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പോൾ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ DA ആൻഡ് DA ഓഫ് ദ സ്പെറിക്കൽ സർഫസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് ദ അപ്പെക്സ് O ആസ് ദ സെൻറ്റർ ടു ദ സ്ക്വയർ ഓഫ് റേഡിയസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണെന്ന് പഠിച്ചിരിക്കേണ്ട. ഏരിയയുടെയും റേഡിയസിൻ്റെ സ്ക്വയറിൻ്റെയും റേഷ്യോ ആണ് ആര്? ഈ പറഞ്ഞ ഘനകോൺ അഥവാ സോളിഡ് ആംഗിൾ. അപ്പോൾ പ്രതലകോൺ പ്ലെയിൻ ആംഗിളും ഘനകോൺ സോളിഡ് ആംഗിളും, ഈ 2 ആംഗിളും കൂടി പഠിച്ചു വെച്ചേക്കണം. ആംഗിളിന് എന്തില്ല? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റിൻ്റെ കൂട്ടത്തിലോ അതിലൊന്നും പറയാതിരുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആംഗിളിന് യൂണിറ്റ് ഇല്ല. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ് ഇവിടുത്തെ യൂണിറ്റ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസിൻ്റെ ലെങ്ത്, രണ്ടും എന്താണ്? ലെങ്താണ്. അപ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റ് ബൈ ലെങ്തിൻ്റെ യൂണിറ്റ്. ആംഗിളിന് യൂണിറ്റ് ഉണ്ടോടെ? ഇല്ല. പക്ഷേ നമ്മൾ ആംഗിളിന് യൂണിറ്റ് പറഞ്ഞേ പറ്റൂ.
യൂണിറ്റില്ലാതെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പ്രൊട്രാക്ടറിലൊക്കെ ആംഗിൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആംഗിളിന് പറയുന്ന യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത് റേഡിയൻ. ഓക്കെ, പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? എൻസിആർടിയിൽ നിന്നുണ്ട് റേഡിയൻ. അതുപോലെ സോളിഡ് ആംഗിളിൻ്റെ എന്താണ്? സ്റ്റെറേഡിയൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഫോർ സ്റ്റെറേഡിയൻ ഈസ് SR. അപ്പോൾ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് PSCക്ക് ഒരു സ്വഭാവമുണ്ട്. ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ തരും. അപ്പോൾ ഈ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ബാക്കി ഈ കൺസെപ്റ്റ് പഠിക്കാൻ പാടാണെങ്കിൽ പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ആർക്ക് ബൈ റേഡിയസ്, ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ. ഇവിടെ അത് തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ലെങ്താണ്. റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്താണ്. ഒരേ യൂണിറ്റാണ് താഴെ മുകളിൽ അല്ലേ. അപ്പോൾ ആംഗിളിന് യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതരുത്. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റ് ഏതാ? പ്ലെയിൻ ആംഗിളിൻ്റേത് റേഡിയൻ, സോളിഡ് ആംഗിളിൻ്റേത് സ്റ്റെറേഡിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നമ്മൾ അളവുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന യൂണിറ്റുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഫോഴ്സ് നമ്മൾ ന്യൂട്ടൺ എന്നല്ലേ പറയാറുള്ളത് ഫോഴ്സിൻ്റെ യൂണിറ്റ്. പക്ഷേ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് ന്യൂട്ടൺ. അതുപോലെ തന്നെ ജൂളും ന്യൂട്ടൺ ഇൻറ്റു മീറ്ററാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലോകത്താകമാനം നമ്മൾ ഏകീകരിച്ച ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു നമ്മൾ പറഞ്ഞു. ഈ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പും ഇവിടെ യൂണിറ്റ് സിസ്റ്റങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു 3 യൂണിറ്റ് സിസ്റ്റമാണ് CGS, FPS, MKS. ഓക്കെ, എന്താണ് യൂണിറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ CGS പേരിൽ തന്നെയുണ്ട്. C എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റിമീറ്റർ. G എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാം. S എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ്. അപ്പോൾ നീളത്തിനെ സെൻറ്റിമീറ്റർ കൊണ്ടും മാസിനെ ഗ്രാം കൊണ്ടും ടൈമിനെ സെക്കൻഡ് കൊണ്ടും അളക്കുന്ന യൂണിറ്റ് സിസ്റ്റത്തെയാണ് നമ്മൾ CGS യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കാറുള്ളത്. നീളത്തെ സെൻറ്റിമീറ്റർ, ഭാരത്തെ ഗ്രാം, സമയത്തെ സെക്കൻഡ് കൊണ്ട് അളക്കുന്ന യൂണിറ്റ് സിസ്റ്റത്തെയാണ് CGS യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കാറുള്ളത്. നീളത്തെ ഫൂട്ട് കൊണ്ടും മാസിനെ പൗണ്ട് കൊണ്ടും ടൈമിനെ സെക്കൻഡ് കൊണ്ടും അളക്കുന്ന യൂണിറ്റ് സിസ്റ്റത്തെയാണ് FPS എന്ന് വിളിക്കാറുള്ളത്. നീളത്തെ മീറ്റർ കൊണ്ടും മാസിനെ കിലോഗ്രാം കൊണ്ടും ടൈമിനെ സെക്കൻഡ് കൊണ്ടും, മാസ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് MKS കണ്ടോ, എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് MKS യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ലോകത്തെ പലതരം യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പറയാൻ SI യൂണിറ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഏതാണ്? MKSലുള്ളതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ് അല്ലേ. നോക്കി ഉണ്ടോ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കിതിനകത്ത് ഒരു കൺവെർഷൻ പഠിക്കാനുണ്ട്. ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്കുള്ള കൺവെർഷൻ പഠിക്കാനുണ്ട്. പക്ഷേ അത് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ആ 2 കൺവെർഷൻ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കണം. അതായത് CGS സിസ്റ്റത്തിൽ ഇപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആവുന്നത് ഏത് സിസ്റ്റത്തിലാണ്? SI യൂണിറ്റ് സിസ്റ്റത്തിലാണ് ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആവുന്നത്. പക്ഷേ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡൈനാണ്. ഈ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് ന്യൂട്ടൻ്റെ അപ്പുറത്ത് എഴുതിയേക്കുന്നിട്ട് ന്യൂട്ടനാണ് CGS യൂണിറ്റ് എന്ന് വിചാരിക്കില്ലേ. CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ഡൈനാണ്. 1 ഡൈനാണ് CGS സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഒരു ഡൈൻ എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടനാണ്? 10⁻⁵ ന്യൂട്ടനാണ്. പഠിച്ചു വെക്കണം. PSC പല പരീക്ഷകളിലും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, 1 ഡൈൻ ഈക്വൽ ടു 10⁻⁵ ന്യൂട്ടനാണ്. അതുപോലെ എനർജിയുടെ CGS യൂണിറ്റ് ഏതാണ്ട്? ERG. പേര് വെച്ച് തന്നെ ആലോചിക്കുക, ERG എനർജി. ERG 1 എർഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ജൂളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കൺവെർഷൻസ് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. സ്റ്റെപ്പുകളൊന്നും പഠിക്കാനില്ല നമുക്ക്. PSC സ്റ്റെപ്പുകളൊന്നും ചോദിക്കുക, ഡെറിവേഷൻ എഴുതുക എന്ന് പറഞ്ഞ് PSC ചാനൽ PSC ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ 3 യൂണിറ്റ് സിസ്റ്റം പഠിച്ചു വയ്ക്കുക. CGS പഠിക്കാനില്ലത് വളരെ ലോജിക്കലായി നമുക്ക് ആലോചിക്കുക. CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, FPS ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഇത് 3 യൂണിറ്റ് സിസ്റ്റം ലോകത്തുണ്ടായിരുന്ന ഓക്കെ പ്രധാനപ്പെട്ട യൂണിറ്റ് സിസ്റ്റം. അതിൽ CGSൻ്റെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് NCERTൽ. CGSലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈൻ. അപ്പോൾ ഒരു ഡൈൻ ഈക്വൽ ടു 10⁻⁵ ന്യൂട്ടൺ.
എനർജിയുടേത് എർഗ്, ERG എനർജി. ഒരു എർഗ് എന്നതാണ് CGS യൂണിറ്റ്. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്ര ജൂള്? 10⁻⁻7 ജൂള്. ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഒരു കൺവേർഷൻ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, കിലോഗ്രാം വെയിറ്റ് CGSൻ്റെ യൂണിറ്റ് അല്ല. ഓക്കെ, കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ CGSൻ്റെ യൂണിറ്റ് അല്ല. ഈ കിലോഗ്രാം വെയിറ്റ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെയിറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആ സമയത്ത് കിലോഗ്രാം വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചോ. ഒരു കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ പേര് കാണുമ്പോൾ ഞാൻ പറയാൻ കാര്യം യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ കൊള്ളാം. അതായത് കിലോഗ്രാം വെയിറ്റ് എന്നാൽ എന്തിൻ്റെ യൂണിറ്റാണ് എന്ന് ചോദിക്കാം. പേര് കേട്ടുണ്ട്, കിലോഗ്രാം വെയിറ്റ് അല്ലേ. അപ്പോൾ കിലോഗ്രാം എന്നുള്ളത് കൊണ്ട് ഇതിന് മാസിൻ്റെ ആയിരിക്കുമോ എന്ന് നമുക്ക് ഡൗട്ട് വരും. മാസിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ എർത്ത് ഓൺ 1 കിലോഗ്രാം മാസ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റും മാസും 2 ക്വാണ്ടിറ്റീസാണ്. എൻ്റെ മാസ് അല്ല എൻ്റെ വെയിറ്റ്. മാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവ്. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ മൈ ബോഡി ഈസ് കാൾഡ് മൈ മാസ്. പക്ഷേ എന്നിൽ ഭൂമി അതിൻ്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് പ്രയോഗിക്കുന്ന ബലത്തെയാണ് എൻ്റെ ഭാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭാരവും പിണ്ഡവും അല്ലെങ്കിൽ വെയിറ്റും മാസും രണ്ടാണ്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസിൽ ഭൂമി അക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്, അതാണ് 1 കിലോഗ്രാം വെയിറ്റ്. സിമ്പിളായി ഓർത്ത് വെച്ചേ, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. 1 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് നമുക്കുണ്ടാകുന്നതുകൊണ്ടാ ഭൂമി നമ്മളെ ആകർഷിക്കുന്നത് കൊണ്ട്, ഗുരുത്വാകർഷണ ബലം വെച്ച് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ബലമാണ് 1 കിലോഗ്രാം വെയിറ്റ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ്, നോട്ട് മാസ്. അല്ലെങ്കിൽ ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്നും പറയാം. രണ്ടും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള യൂണിറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഈ പ്രിഫിക്സുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ പ്രിഫിക്സുകൾ ചോദ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രിഫിക്സ് പ്രത്യേകം നിങ്ങൾക്ക് ടേബിളായി പഠിക്കാൻ തന്നിരിക്കുന്നത്. അതിൽ വലിയ പ്രിഫിക്സും ഉണ്ട്, ചെറിയ പ്രിഫിക്സും ഉണ്ട്. ഓക്കെ, 10, 10⁻², 10⁻³ 10⁻6 10⁻9 12 15 18 3 വെച്ച് കൂടി പോവുകയാണ്. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. കാരണം പ്രിലിംസിന് ആൾറെഡി നിങ്ങൾ IT-യിൽ മറ്റേ ടെറാബൈറ്റ് അല്ലെ, കിലോബൈറ്റ്, ജിഗാബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ ഓർഡറിൽ തന്നെയാണ് ഇത് പോകുന്നത്. നോക്കിയേ, കിലോ, മെഗാ, ജിഗ, ടെറ, പെറ്റ, എക്സ. അപ്പോൾ കിലോ തൊട്ട് മുകളിലോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ കിലോ ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് വലിയ പാട് കാണില്ല. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പണ്ടുതൊട്ടേ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ്? 1000 ഗ്രാമാണ് 1 കിലോഗ്രാം അല്ലേ. ഈ 1000 എന്നുള്ളത് നമുക്ക് എന്തെന്ന് എഴുതാം? 10⁻³ എന്ന് എഴുതാം. 1 കഴിഞ്ഞ് 3 0. അപ്പോൾ 10⁻³ ഗ്രാം ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത് ഗ്രാമാണ്. ഗ്രാമിൻ്റെ മുന്നിൽ 10⁻³ വന്നപ്പം ഇവിടെ ഗ്രാമിൻ്റെ ഫ്രണ്ടിൽ 1 കിലോ എന്ന് വന്നു അല്ലേ. അപ്പോൾ 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോയാണ്, 1 കിലോയാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, 1000 കിലോ എന്നറിയാം. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അത് നമുക്ക് ആൾറെഡി അറിയാം. അപ്പോൾ 1000 1 കിലോ. അത് ഏതും ആവാം. കിലോമീറ്റർ ആവാം, കിലോഗ്രാം ആവാം, കിലോ ക്യാൻഡല ആവാം, ഏത് യൂണിറ്റ്, കിലോ മോൾ ആവാം അല്ലേ. ഏത് യൂണിറ്റിൻ്റെ ഫ്രണ്ടിലും നമുക്ക് 10⁻³ ഇട്ടാൽ അത് ആ യൂണിറ്റിൻ്റെ കിലോയാവും. കിലോമീറ്റർ, കിലോഗ്രാം, കിലോ ക്യാൻഡല അങ്ങനെ പറയാം. അതുപോലെ അതിന് മുകളിലോട്ടുള്ളത് ഇവിടെ 3 വെച്ച് കൂട്ടി പോവാം. 10⁻³ 10⁻6 10⁻9 10⁻12 10⁻15 10⁻18 3 വെച്ച് കൂട്ടി പോവുക. കിലോ, മെഗാ, ജിഗ, ടെറ, പെറ്റ, എക്സ. നിങ്ങൾ ആ IT-യിൽ പഠിച്ച അതേ ഓർഡർ. ഓക്കെ, 10⁻² ഒന്ന് പഠിച്ച് വയ്ക്കുക, 10⁻1 പഠിക്കുക, ഡെക്കായും ഹെക്ടോയും. ഇനി ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ചെറിയ പവറുകളാണ്. 10⁻⁻1 ആണ് ഡെസി, 10⁻⁻2 ആണ് സെൻറ്റി. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, 10⁻⁻2 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. 10⁻⁻2 മീറ്റർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 10⁻⁻2 മീറ്ററിൻ്റെ അർത്ഥം 10⁻⁻2 എന്ന് പറഞ്ഞാൽ എന്താ? 1/10⁻2 മീറ്റർ. ഇതാണ് അർത്ഥം. അതായത് 1 മീറ്ററിനെ നിങ്ങൾ 10⁻2 10⁻2 എന്ന് പറഞ്ഞാൽ എത്ര? 100. അതായത് 1 മീറ്റർ/100. 1 മീറ്ററിനെ 100 ഭാഗങ്ങളാക്കിയാൽ അതിലൊന്ന് എന്നതാണ് 10⁻⁻2 മീറ്ററിൻ്റെ അർത്ഥം. എന്താണ്? 1 മീറ്ററിനെ 100 ഭാഗങ്ങളാക്കിയാൽ അതിലൊന്ന് എന്നതാണ് 10⁻⁻2 മീറ്ററിൻ്റെ അർത്ഥം. 1 മീറ്ററിനെ 100 ആക്കിയാൽ അതിലൊരു ഭാഗം എത്രയുടെ? 1 സെൻറ്റിമീറ്ററാണ്. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. ഓർത്ത് നോക്കിയേ, 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ.
അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ, 1 മീറ്ററിനെ 100 ഭാഗങ്ങളാക്കിയതിൽ. അതുപോലെ 10⁻³ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 1 മീറ്ററിനെ 1000 ഭാഗങ്ങളാക്കിയതിലൊന്ന്. 10⁻⁶ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിനെ 1 കഴിഞ്ഞ് 6 പൂജ്യങ്ങൾ അത്രയും ഭാഗമാക്കിയതിലൊന്ന്. അപ്പോൾ അത് ചെറുതാവുക, ഇത് വലുതാവുക, ഇത് മൈനസ് ആവുമ്പോൾ ചെറുതാവുകയാണ് അല്ലേ. അപ്പോൾ ഡെസി, സെൻറ്റി, മില്ലി 10⁻³ മൈക്രോ 10⁻⁶, 10⁻⁶ ഏതാ, മെഗാ. ക്യാപിറ്റൽ എം സ്മാൾ എമ്മും ആണ്. ഓക്കെ. 10⁻⁹ എത്രയാണ്, നാനോ. ഇത് പ്രത്യേകം കൊടുത്തു വെച്ചോണം. 10⁻⁹ മീറ്റർ നാനോയാണ്, 10⁻⁻12 മീറ്റർ പൈക്കോ, -15 ഫെംഡോ, -18 ആറ്റോ. കൃത്യമായി പഠിച്ചു വെക്കണം. PSC ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ലെങ്തിൻ്റെ ഒരു 4 യൂണിറ്റ് എന്നിട്ട് ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് വെച്ചു, അതിന് ഈ പ്രിഫിക്സ് വെച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിഫിക്സുകൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഇത് ചെറുതായി പോകുന്നു. 10⁻⁻1 മുതൽ 10⁻⁻18 വരെ ഡെസി, സെൻറ്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, ഫെംഡോ, ആറ്റോ. ഇവിടെയാണെങ്കിലോ വലുതായി പോകുന്നു. കിലോ, മെഗാ, ജിഗാ, ടെറ, പെറ്റ, എക്സ നമുക്കറിയാം. ബാക്കി 2 ഡെക്കയും ഹെക്ടോയും. ഓക്കെ, ഈ ടേബിൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഏത് യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ പ്രിഫിക്സ് വന്നാലും ഇത് ബാധകമാണ്. ഇപ്പോൾ 10⁻³ മോൾ എന്ന് പറഞ്ഞാൽ 1 മില്ലി മോളാണ്. എന്താണ് 10⁻³ മോൾ എന്ന് പറഞ്ഞാൽ 1 മില്ലി മോളാണ്. 10⁻³ മീറ്റർ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്ററാണ്. 10⁻³ ഗ്രാം എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാമാണ് അല്ലേ. അപ്പോൾ ഏത് മീറ്ററിൻ്റെ ഏത് യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ പ്രിഫിക്സ് വന്നാലും ഈ വേർഡ് ആ യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ വരും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 10⁻³ വന്നപ്പോൾ കിലോ ഫ്രണ്ടിൽ വന്നു, ഗ്രാമിൻ്റെ ഫ്രണ്ടിൽ 10⁻³ വന്നപ്പോൾ ഗ്രാമിൻ്റെ ഫ്രണ്ടിൽ കിലോ വന്നു, അപ്പോൾ അത് കിലോഗ്രാമായി. അതുപോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിഫിക്സുകൾ പഠിച്ചു വെക്കണം, ചോദ്യം വന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? അതായത് ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് യൂണിറ്റുകൾ വേണം. ആ യൂണിറ്റുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്താറുള്ളത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂവും ഒരു യൂണിറ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ കമ്പാരിസണാണ് മെഷർമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ മെഷർമെൻറ്റ് നടത്തി നമുക്ക് കിട്ടുന്നത് ഒരുപോലെ ഇരിക്കണം ലോകത്തെല്ലായിടത്തും. അതിനായി നമ്മൾ യൂണിറ്റുകളെ ഏകീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായി? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകളുമായി. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും? നിർവചിക്കാനും അളക്കാനും മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമില്ലാത്ത, ഡിഫൈൻ ചെയ്യാനും മെഷർ ചെയ്യാനും മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ്, ഇൻഡിപെൻഡൻ്റായി എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ അത് വെച്ച് എന്ത് പറയാം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് മാത്രം ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുള്ള അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അഥവാ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നും വെഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും പറയും. നേരത്തെ പറഞ്ഞ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണേ. ഓക്കെ, ഇപ്പോൾ 2 ക്വാണ്ടിറ്റീസ്, ആവശ്യമില്ലാത്തത് ഫണ്ടമെൻ്റൽ വച്ച് മാത്രം പറയാൻ പറ്റുന്നത് ഡിറൈവ്ഡ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്. 2 തരം യൂണിറ്റ് പറഞ്ഞു. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് 7 എണ്ണത്തിന് ഒരു 7 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു, ലോകത്താകമാനം അംഗീകരിച്ച. അതിനെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. 60-ൽ ലോകം ഇത് അംഗീകരിച്ചു. അന്ന് മോളില്ലായിരുന്നു. ശേഷം 71-ൽ മോൾ ആഡ് ചെയ്തു. 2018-ൽ ഒന്ന് റിവൈസ് ചെയ്തു. ഓക്കെ, അതാണ് എന്ത് SI യൂണിറ്റ് സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, SI യൂണിറ്റ് സിസ്റ്റം നമ്മൾ പറയുന്നത്. ലോകത്ത് നമ്മൾ യൂണിറ്റുകളെല്ലാം എന്ന് പറയുന്നത് ഈ SI യൂണിറ്റ് സിസ്റ്റം വെച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് 7 എണ്ണത്തിന് കൂടെ 2 ആംഗിൾ പറഞ്ഞു. ഏതൊക്കെ? സർഫസ് ആംഗിളും സോളിഡ് ആംഗിളും, പ്രതലകോണും ഘനകോണും. സർഫസ് ആംഗിൾ d(θ) ds/r, ആർക്ക് ബൈ റേഡിയസ്. ഘനകോൺ സോളിഡ് ആംഗിൾ ആണെങ്കിൽ ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ, dA/r². സർഫസ് ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ. ഈ പറഞ്ഞ ഘനകോണിൻ്റെ, സോളിഡ് ആംഗിളിൻ്റേത് സ്റ്റെറേഡിയൻ. 2 യൂണിറ്റ് പറഞ്ഞു. അപ്പോൾ ഈ യൂണിറ്റുകളെല്ലാം 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ക്യാൻഡല, കെൽവിൻ, മോള്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാ വിട്ടുപോയത്? ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. പ്രകാശ തീവ്രതയ്ക്ക് ക്യാൻഡല, പിന്നെ ലെങ്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോള്. അതുപോലെ പ്രകാശ തീവ്രതയ്ക്ക് ക്യാൻഡല,
തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അവയുടെ യൂണിറ്റ്, പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ് അത് വെച്ച് നമുക്ക് എഴുതാൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 2 ആംഗിളിൻ്റെ യൂണിറ്റ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഈ പ്രിഫിക്സുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.